Geometry. So basically in geometry, lines that do not meet are called parallel lines. അല്ലേ? കൂട്ടിമുട്ടാത്ത ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷ് അല്ലേ? കൂട്ടിമുട്ടാത്ത ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് പാരലൽ ലൈൻസ്. ഇനി ശ്രദ്ധിക്കാം, ആംഗിൾസ്. ആംഗിൾസ് അത് ഞാൻ എഴുതിയില്ല മോളെ, ഇന്റർസെക്റ്റിംഗ് ലൈൻസ് എഴുതിയില്ല. അതറിയില്ല, കൂട്ടിമുട്ടൻ ലൈൻസ് ആണ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, അത് എഴുതിയില്ല മോളെ, അറിയണ്ടല്ലേ. ആംഗിൾസ് എപ്പോഴും ഓർക്കുക, ആംഗിൾസ് എപ്പോഴും മൂർച്ചയുള്ള ഭാഗത്താണ് ഉണ്ടാകുക. അതായത് ഇപ്പൊ ഞാൻ ഈ ബാഗ് ഇട്ടു, അതിന്റെ ആധാർ കാർഡ്, ഓക്കെ, അതായത് ഈ പേപ്പർ ഇട്ടു, ഓക്കെ, ഈ പേപ്പറിൽ എവിടെ ആംഗിൾസ് ഉണ്ടാവുക കണ്ടോ, ഈ മൊനയല്ലേ, ഈ പോയിന്റിൽ കണ്ടോ, രണ്ട് ആൾക്കാർ കൂട്ടിമുട്ടുമ്പോൾ, രണ്ട് ലൈൻസ് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാവുന്ന പോയിന്റാണ് ആംഗിൾ. ഇതാണ് ആ ആംഗിൾ. അതായത് ശ്രദ്ധിക്കും, ഞാനിപ്പോൾ ഒരു ലൈൻ എടുത്തു, ഓക്കെ, ഒരു ലൈൻ, ആ ലൈനിന്റെ പേരാണ് എ ബി. ഓക്കെ, ഇനി വേറെ ലൈൻ കൂട്ടിമുട്ടാണ്, അതായത് ഇത് സി, ഓക്കെ. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് ഈ ഒരു ഡയറക്ഷൻ നോക്കി കണ്ടോ, ഇതാണ് നമ്മളുടെ ആംഗിൾ, ഇതാണ് നമ്മളുടെ ആംഗിൾ ഫോം ചെയ്യുന്ന പോയിന്റ്, ഇതാണ് നമ്മളുടെ ആംഗിൾ ഫോം ചെയ്യുന്ന പോയിന്റ്. സോ ഈ പോയിന്റില് കണ്ടോ, എ ബി എന്ന് പറയുന്ന ലൈനും എ സി എന്ന് പറയുന്ന ലൈനും, ഓക്കെ, എ ബി എന്ന് പറയുന്ന ലൈനും എ സി എന്ന് പറയുന്ന ലൈനും കൂട്ടിമുട്ടുമ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്യും. ഇതിനെ നമ്മൾ വിളിക്കുക ആംഗിൾ. ഓക്കെ, 10 നമ്മൾ തീറ്റ എന്ന് പറയും, 10 നമ്മൾ തീറ്റ എന്ന് ഞാൻ പറയും. പക്ഷെ ഇപ്പൊ വേണ്ട, ഈ ആംഗിൾ നമ്മൾ യൂസ് ചെയ്യുന്ന പേരാണ് ആംഗിൾ ബി എ സി. ഇതിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ബി എ സി. അതായത് ശ്രദ്ധിക്കുക കുട്ടികളെ, ശ്രദ്ധിക്കുക, അവിടെ ഇത് ഇമ്പോർട്ടൻ്റ് ഒക്കെ പറഞ്ഞു. ഇവിടെ ബിയും സിയും നമ്മളെ എന്താ കാണിക്കുക, ഡയറക്ഷൻ. ഓക്കെ, ബിയും സിയും നമ്മളെ കാണിക്കുന്നത് ഡയറക്ഷൻ ആണ്. എ കാണിക്കുന്നതാണ് നമ്മൾക്ക് ആംഗിൾ. ഓക്കെ, എ കാണിക്കുന്നതാണ് ആംഗിൾ, നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് വെച്ചാൽ നോക്കിയേ, നമ്മുടെ ആംഗിൾ എവിടെ ഫോം ചെയ്ത് നിൽക്കണേ, എയിലല്ലേ, അപ്പൊ അത് നടുക്ക് വരണം. ഈ ബിയും സിയും നമുക്ക് കാണുന്നത് ആ വഴിയാണ്. ഇപ്പൊ നോക്ക്, ഇത് ഈ സെയിം ആംഗിൾ എനിക്ക് വിളിക്കാം ആംഗിൾ സി എ ബി, രണ്ടും സെയിം. ബി എ സി എന്ന് പറഞ്ഞാൽ ബിന്ന് തുടങ്ങി എയിൽ കൂടെ പോയി സിയിൽ അവസാനിച്ചു. ഇനി ആംഗിൾ സി എ ബി എന്ന് പറഞ്ഞാൽ സിന്ന് തുടങ്ങി എയിലെത്തി ബിയിൽ അവസാനിക്കും. രണ്ടും നടുക്കിരിക്കുന്ന ആൻസർ എന്താ, എ അല്ലേ. അതാണ് നമ്മളുടെ ആംഗിൾ. മനസ്സിലായോ? ഇനി ഞാൻ ക്വസ്റ്റ്യൻ തരാം, ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും കേട്ടോ. അടുത്ത പോയിന്റ് ഓ. എന്റെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഫൈൻഡ് ഓൾ ദ ആംഗിൾസ്. എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക പറഞ്ഞാൽ ഈ ആംഗിൾ പറയണം, ഈ ആംഗിൾ പറയണം, ഈ ആംഗിൾ പറയണം, ഈ ആംഗിൾ പറയണം. ഒന്ന് ചെയ്യാവോ?
ഇവിടെ നോക്ക്, ഇവിടെ ഈ ആംഗിൾ, ഞാൻ ഈ ആംഗിൾ എടുക്കാം. ഓക്കെ, നമ്മൾ ആംഗിൾസ് ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 90 ആംഗിൾ വേണ്ട മോളൂസേ, നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ നോക്കിയാൽ ഈ ആംഗിളുടെ പേര് വേണം. ഇവിടെ തൊട്ട് ഇവിടെ വരുന്ന ആംഗിൾ അത് ഞാൻ കളർ ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ, ഓക്കെ, ഈ ആംഗിൾ ബ്ലൂ കളർ ആംഗിൾ വിളിക്കുന്ന പേരെന്താ? ഈ ബ്ലൂ കളർ ആംഗിൾ വിളിക്കുന്ന പേരാണ് എയിൽ സ്റ്റാർട്ട് ചെയ്തു, ഓയിൽ തുടങ്ങി പോയി ഡിയിൽ തുടങ്ങി അല്ലെ. എയിൽ സ്റ്റാർട്ട് ചെയ്തു, ഓയിലെത്തി ഡിയിൽ എൻഡ് ചെയ്തു. എയിൽ സ്റ്റാർട്ട് ചെയ്തു, ഓയിലെത്തി ഡിയിൽ എൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ആംഗിൾ നെയിം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, ആ ആംഗിൾ നെയിം ചെയ്യുമ്പോൾ ഡയറക്ഷൻ ഏതാ? ഡയറക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്നുകിൽ എയും ഡിയും അവസാനം വരാം, അല്ലെങ്കിൽ ഡിയും എയും അവസാനം വരാം. കാരണം എന്താന്ന് വെച്ചാൽ എയും ഡിയും ഡയറക്ഷൻ കളിക്കാം. ഒന്നുകിൽ ഇങ്ങനെ വരാം, അല്ലെ ഇങ്ങനെ വരാം, ഒന്നുകിൽ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും വരാം, അല്ലെ ഇങ്ങനെയും വരാം. പക്ഷെ നടുക്ക് ഏതാ? നടുക്ക് ഓ നിർബന്ധമാണ്. ഓ നടുക്കത്ത് നിർബന്ധമാണ്. എ ഒ ഡിയും ഡി ഒ എയും. ഇങ്ങനെയാണ് നമ്മൾ ഈ ബ്ലൂ കളർ ആംഗിൾ നെയിം ചെയ്യുന്നത്. മനസ്സിലാവേണ്ട കുട്ടികളെ? അതായത് ഒന്നുകൂടി വ്യക്തമായിട്ട് ഞാൻ എഴുതുകയാണെങ്കിൽ എനിക്ക് എഴുതാം, ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ഡി ഒ എയും രണ്ടും ഈക്വൽ ആണ്. അതെ. അനി ഈ ആംഗിൾ, ഈ കറുത്ത ആംഗിൾ റേസം അല്ല വിചാരിക്കില്ലേ, ഈ കറുത്ത ആംഗിൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എനിക്ക് ഓ നടുക്ക്, ഓ ആണ് നടുക്ക്. ഓക്കെ, ഓ ആണ് നടുക്ക്. അപ്പൊ എങ്ങനെ വരും? ആംഗിൾ ബി ഒ ഡിയും ഈക്വൽ ടു ആംഗിൾ ഡി ഒ ബി എന്ന് പറയാം. ഇനി ഈ ആംഗിൾ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ ബി ഒ സി ഈക്വൽ ടു ആംഗിൾ സി ഒ ബി എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ആംഗിൾ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ ആംഗിൾ എനിക്ക് ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ സി ഒ, ഇത് രണ്ടും. അപ്പൊ ഈ 4 ആംഗിളും നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി അടുത്ത് ഇനിയിപ്പോ ലീനിയർ പെയർ. ലീനിയർ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ മുകളിൽ രണ്ട് ആംഗിൾസ് വരും. ഏതാ മോളെ സ്ട്രെയിറ്റ് ലൈൻ? ആ പേര് കൊടുക്കാം, എ ബി ഒ ഡി. ആരോടി? എ ബി ഒ ഡി അല്ലേ, ആരോടി? എ ബി ഒ ഡി. അപ്പോൾ ഓക്കെ, എ ബി ഒ ഡി. അപ്പൊ പോയിന്റ് ഒ ഏതാ? ആംഗിൾ എപ്പോഴും കോണേഴ്സ്, മൂർച്ച കൂടി ഭാഗത്താണ് വരിക. ആംഗിൾ എപ്പോഴും കോണേഴ്സിന്റെ ഫോമിൽ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് അല്ലെ, ഓരോ രണ്ട് ആംഗിൾ ഉണ്ട്. നമ്മൾ ഓ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ട് ആംഗിളാണ് വരുന്നത്. അപ്പൊ ഓരോ രണ്ട് ആംഗിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗിൾ ഇതും മറ്റേ ആംഗിൾ ഇതുമാണ് അല്ലെ. ഏതൊക്കെയാ രണ്ട് ആംഗിൾസ്? ഒരു ആംഗിൾ ഇതും മറ്റേ ആംഗിൾ ഇതും ആണ്. ഇനി ഇവിടെ നമ്മള് ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നത്, ഈ ആംഗിളിന്റെ പേരെന്താ കുട്ടികളെ? അയ്യോ, ഈ ആംഗിളിന്റെ പേര് ഒന്ന് ഏതാവോ?
അപ്പോൾ രണ്ട് ആംഗിൾസ് ഉണ്ട്. ഏതാ മക്കളെ? ഇവിടെ നോക്കിയേ. ആദ്യത്തെ ആംഗിൾ നമുക്ക് വരുന്നത് ആംഗിൾ ആരോടി എ ഒ ഡി. രണ്ടാമത്തെ ആംഗിൾ ആരാ? ഓഡിയ ബി ഒ ഡി അല്ലെ? ഇനി ലീനിയർ പെയർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ആംഗിൾ കിട്ടി. എത്രയാ? 180 ഡിഗ്രി. 180 ആണല്ലോ. അപ്പോൾ മക്കളെ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ മക്കള് കിട്ടുന്നത് 180 ഡിഗ്രി. കേട്ടോ? ഇത് നമുക്ക് ജോമെട്രിയിൽ മാത്രമല്ല, ശരിക്കും നമ്മള് അടിസ്ഥാന ജീവിതത്തിൽ നമ്മൾ കുറെ സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. കോമൺ സെൻസ് എന്ന് പറയും കേട്ടോ. ഓക്കെ, അത് ശരിക്കും ആവശ്യമാണ്. ഇത് എഴുതി വെച്ചു. അതായത് ഒരു ലൈനിന്റെ മുകളിൽ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾസ് ആണ് 180 ഡിഗ്രി. എഴുതിയോ? ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. Find the value of. ഉറപ്പായിട്ടും നിങ്ങൾ ഒമ്പതിലേക്ക് കയറാകുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചെയ്യും ക്വസ്റ്റ്യൻ കേട്ടോ. ഒരു ലൈനിന്റെ മുകളിൽ ഇത് എ ബി ഒ ഡി. ഇത് 50 ഡിഗ്രി. 50 എന്തായാലും ഇതൊരു 110 ഡിഗ്രി ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എത്രയാ? 20? അയ്യോ, 70 എനിക്ക് ഒരാൾ പറഞ്ഞ ആൻസർ. ഉത്തരം ഒരാളുടെ വക 70. ഷഹദ മോളുടെ. ബാക്കിയുള്ളവർക്കും ഹിബജി, ഹിബ എത്ര വരിക? ഒരു മിനിറ്റ് സാർ, ഞാൻ നോക്ക്. പതുക്കെ വന്നു, ചെറുതി ഒന്നുമില്ല. നമ്മൾ എന്താ പഠിച്ച? നമ്മൾ പഠിച്ചത് ഒരു കാര്യമാണ്. നമ്മൾ പഠിച്ചെന്താ? ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ 180 വരണം. അതായത് എക്സും 110 കൂടി സമം ചെയ്യുമ്പോൾ അത് 180 വരണം. അറുപതാണോ ഒരാണ്? 60 വിഷമായിട്ടോ? 60 മോളെ. ഷഹദ ആൻസർ കറക്റ്റാ, പക്ഷെ മോള് ഏതിപ്പോ തിരിഞ്ഞു പോയി മോളെ. 150 മൈനസ് 110 വരിക. 110 മൈനസ് 150 നെഗറ്റീവ് 70. അത് ശരിയാവില്ല മോള്. എക്സാക്ട്ലി, സൂപ്പർ. അതായത് എക്സ് പ്ലസ് 110 ഈക്വൽ ടു 180. ലീനിയർ പെയർ. 180 അല്ലേ ആൻസർ? 180 ഡിഗ്രി. 180 ആണോ മോള് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ മോള് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് ആഡ് ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം 110ഉം എക്സും മോള് ആഡ് ചെയ്താൽ 180 ആണ് വരുന്നത്. അത് തീർച്ചയായിട്ടും അതെ. അതാണ് നമ്മുടെ എഴുതിയ ഇക്വേഷൻ. 180 ആണ് തീർച്ചയായിട്ടും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. എക്സിന് എത്ര ആൻസർ വരുമെന്ന്. അപ്പൊ അത് നോക്കാൻ വേണ്ടി നമ്മൾ സിമ്പിൾ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്. കണ്ടോ, നമ്മൾ ഓരോന്നും കണക്ട് ആയിട്ട് തന്നെ. ഈ 110 നിങ്ങൾ എല്ലാം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. 110 അങ്ങോട്ടേക്ക് കൊണ്ട് വലത്തെ സൈഡിൽ കൊണ്ടുവരും. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു 110. 110 വലത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ വരിക? മൈനസ് 110. ഷാദ ശ്രദ്ധിച്ചോ? അപ്പോൾ എക്സ് ഈക്വൽ ടു 70. ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആണോ അതോ അടുത്ത ടോപ്പിക്ക് പോണോ? എങ്ങനെയാ നിങ്ങൾ പറയണ പോലെ? ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റൻസ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇൻട്രസ്റ്റിംഗ് അല്ല എന്റെ ക്ലാസ്? ഒന്നും കൂടി
തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. Find the value of x. A, B, O, D. 2x plus 110 ചെയ്യുക. അതിനോട് ഞാൻ പറഞ്ഞോളാം. ഞാനിപ്പോ ട്യൂഷന് പോയിരിക്കുക. ചെയ്യൂ. മുപ്പത്തിയഞ്ചെന്ന് ഫഹാൻ ഷാ പറഞ്ഞു. നമുക്ക് നോക്കാലോ 35 നോക്കാം. സാറേ ഓ ആൻസർ 110 ഡിഗ്രി. AOD is equal to 2x. 2x DOB is equal to 110 ഡിഗ്രി. 110. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര മോള് കിട്ടും? ഒരു മിനിറ്റ്. 180 വരുമല്ലോ. പിന്നെ പേരല്ലേ. അപ്പോൾ മോൾക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾക്ക് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ മോളെ 110 ഒഴിവാക്കാം. 110 മോൾ എങ്ങനെ ഒഴിവാക്കുക? വലത്തെ സൈഡിൽ കൊണ്ടുവന്നാൽ മാത്രമല്ലേ. 110 ഇപ്പൊ പ്ലസ് ആയിട്ട് ഇരിക്കുന്നത്. ഈ പ്ലസ് 110 മോള് വലത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് 110 ഉണ്ടാവും. പ്ലസ് 110 വലത്തെ ഭാഗത്തേക്ക് കൊണ്ടുവരും. പ്ലസ് അല്ലേ? പ്ലസ് ആകുമ്പോൾ നെഗറ്റീവ് ആവില്ലേ മോള്? അപ്പോൾ 2x is equal to 180 പ്ലസ് 110 എന്തായി മാറും? അതൊരു മൈനസ് 110 ആയിട്ട് മാറും. 2x പ്ലസ് 110 ഡിഗ്രി is equal to 180 ഡിഗ്രി. ആണല്ലോ. ഇനി 110 മോള് വലത്തെ സൈഡിൽ കൊണ്ടുവരൂ. മോള് 110 വലത്തെ സൈഡിൽ കൊണ്ടുവരുമ്പോൾ മൈനസ് 110 ആവും. അപ്പോൾ 2x is equal to മോൾക്ക് എന്ത് കിട്ടും? 70 ഡിഗ്രി എന്ന് കിട്ടും. ആണല്ലോ. 2x is equal to മോൾക്ക് 70 ഡിഗ്രി വരും. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ എത്രയാ? 2x എന്ന് പറഞ്ഞാൽ 2 into x ആണ് അല്ലെ? 2x എന്ന് പറഞ്ഞാൽ 2 into x ആണ്. അപ്പോൾ ഈ ഇൻറ്റു വലത്തെ സൈഡിലേക്ക് പോകുമ്പോൾ എന്താ? ഡിവൈഡ് അല്ലേ? അപ്പോൾ x is equal to 70 divided by 2. x എത്ര മോൾക്ക് വരും? 35 ഡിഗ്രി. ഓക്കെ, x equal to 35 ഡിഗ്രി വരും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് ഇന്ദ്രനീൽ, നമസ്കാരം. ഇനി രണ്ട് ലീനിയർ പാരലൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ find the value of x. Find the value of x. അതായത് ഇവിടെ നോക്കൂ. x and y ഇത് രണ്ടും കണ്ടുപിടിക്കണം. Find the value of x and y.
സാറേ ഓ പറയൂ. 80 ഡിഗ്രി ആണോ? ഓക്കെ, ഏതിന്റെ വാല്യൂ മോള് പറയണ ആൻസർ? ഇപ്പൊ ഏതിന്റെ പറഞ്ഞ എക്സ് ആണോ? അതായത് നടുക്കത്തെ പോയിന്റ് വേണമെന്നില്ല, നടുക്കത്തെ പോയിന്റ് കൊടുക്കാം, ഒന്ന് കൊടുക്കാം. ഇനി നോക്കൂ ഇവിടെ നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കാതെ. ഇവിടെ ഞാൻ കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. സ്ട്രേറ്റ് ലൈൻ, ഇതൊരു സ്ട്രേറ്റ് ലൈൻ അല്ലേ? ഞാൻ ഹൈലൈറ്റ് ചെയ്ത ഭാഗം ഇന്റർണൽ മോനെ കറക്റ്റ് കേട്ടോ. അത് ഹൈലൈറ്റ് ചെയ്ത ഭാഗം എന്ന് വെച്ചാൽ ഈ 2x-ഉം 100-ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ? ഈ 2x-ഉം 100-ഉം ഒറ്റ സ്ട്രേറ്റ് ലൈൻ അല്ലേ? അപ്പോൾ നമുക്ക് വരുന്നത് എന്താന്ന് വെച്ചാൽ 2x plus 100 is equal to 180 degree. Linear pair, isn't it? ഇനി 2x is equal to 180 minus 100. 2x equals 80 degree. X equals 80 by 2. X equals 40 degree. അപ്പോൾ x കിട്ടി. ഓക്കെ, നമുക്കിവിടെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എടുക്കാം. ഓക്കെ, അതും എടുക്കാം. അതായത് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വേ, വേറെ വേ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. ഇവിടെ ഈ 2x-ഉം ഈ 80-ഉം ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ 2x-ഉം 80-ഉം ഡയറക്ട്ലി ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ വരുന്നത്? ഈ 2x-ഉം 80-ഉം നേരെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും ഈക്വലും കൂടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് കണ്ടോ, ഈ y-യും 100-ഉം ഈ y-ന് നേരെ ഓപ്പോസിറ്റ് ആയ ആംഗിൾ എത്രയാണ്? 100 ആണ്. അപ്പോൾ നമുക്ക് എഴുതാം എന്താണ്? y equal to 100 degree എന്നും എഴുതാം. Present vertically opposite angle. Vertically opposite angles. Okay. ഇനി ഞാൻ പറഞ്ഞുതരാം വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എങ്ങനെ വരാം. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് മോനെ ഇന്റർനെറ്റിലെ സ്കൂളൊന്നും തുറക്കാം മോനെ. ഇന്റർനെറ്റ് സ്കൂളും തുറക്കാം. ഞാൻ പറഞ്ഞുതരാം മോളെ. ജൂൺ 2 അല്ലേ? വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഷേപ്പാണ് കേട്ടോ. അതായത് ഇങ്ങനെ എക്സ് ഷേപ്പിൽ വരുമ്പോൾ എ ബി സി ഡി ഒ, ഇങ്ങനെ എക്സ് ഷേപ്പിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആംഗിൾ, ഞാൻ ഈ ആംഗിളിനെ ആംഗിൾ 1 എന്ന് വിളിക്കാം. അതിന് നേരെ ഓപ്പോസിറ്റ് ആംഗിൾ 2 എന്ന് വിളിച്ചു വിചാരിച്ചോ. ഈ ആംഗിളിനെ ആംഗിൾ 3 എന്ന് വിളിച്ചു. ഈ ആംഗിളിനെ ആംഗിൾ 4 എന്ന് വിളിച്ചു. ഇങ്ങനത്തെ ഒരു ഇതില് ശരിക്കും പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ആംഗിൾസ്, അതായത് ഇവിടെ ആംഗിൾ 1, അതായത് ആംഗിൾ 1, ആംഗിൾ 1-ഉം ആംഗിൾ 2-ഉം ഈക്വൽ ആയി. അതായത് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ആംഗിൾ 1-ന് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് ആരുള്ള ആംഗിൾ 2 അല്ലേ? ആംഗിൾ 1-ന് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ 2 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആംഗിൾ 4-ന് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആരുള്ള ആംഗിൾ 4-ന് ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ 3 ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എക്സ് ഷേപ്പാണ് ഫോം ചെയ്യുക. അത് മാത്രം ഓർത്താൽ മതി. വെർട്ടിക്കൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ത് ഷേപ്പാണ് എപ്പോഴും ഫോം ആവുക? അവര് ഒരു എക്സ് ഷേപ്പാണ് ഫോം ആവുക. ആ എക്സ് ഷേപ്പിൽ ഫോം ആവുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആൻഡ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഇങ്ങനെയാണ് വരിക. ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആൻഡ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. ഇനി വേറൊരു പുള്ളിയുടെ പേരാണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്.
ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസ്. ഒരു കാര്യം എപ്പോഴും ഓർത്താൽ മതി, ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസ് എപ്പോഴും എന്ത് ഷേപ്പാണ് ഫോം ആവുക? ഇസഡ് ഷേപ്പ്. ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസ് എപ്പോഴും ഇസഡ് ഷേപ്പാണ് ഫോം ആവുക. അങ്ങനത്തെ ഒരു ഇസഡ് ഷേപ്പിൽ ഫോം ആവുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ആംഗിൾ ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഈ നീല ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോ നോക്ക്, ആംഗിൾ 1ഉം ഇത് ആംഗിൾ 2 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. ഓക്കെ, സോ ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസിൽ ഒരു നിബന്ധന എന്താന്ന് വെച്ചാൽ, വി ഹാവ് വൺ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസിന്. എന്താണ് ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസിന്റെ കണ്ടീഷൻ? അതായത് അതിന്റെ വാല്, രണ്ട് വാലുണ്ട്, ഈ മുകളിലത്തെ വാലും ഈ താഴത്തെ വാലും, ഇവർ രണ്ടുപേരും പാരലൽ ആവണം. ഇവർ രണ്ടുപേരും പാരലൽ ആണ്. എന്നാൽ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസിന്റെ കണ്ടീഷനെ എടുക്കാൻ പറ്റൂ. ഒന്നും കൂടിയും പറയാം, നമുക്കൊരു കാര്യം, ഇവിടെ ഓൾട്ടർനേറ്റ് ഇന്റർ ആംഗിൾസ് എടുക്കണമെങ്കിൽ ഈ രണ്ട് വാലിലും എപ്പോഴും രണ്ടും പാരലൽ ആണ്. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എടുക്കാൻ പറ്റൂ. അങ്ങനെ പാരലൽ ആണെങ്കിൽ ഈ ഉള്ളിലെ രണ്ട് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. എന്തിനാണ് ബൈ എന്നൊക്കെ പറഞ്ഞ? എന്ത് പറ്റി? പറ്റുന്നില്ലേ? ശരി, കാണാം, കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓക്കെ, ശരി മോനെ, കുഴപ്പമില്ല. അപ്പൊ നാളെ ബൈ, നാളെ കാണാം കേട്ടോ. എന്ത് തിരക്കാണ് ഈ പ്രായത്തിലൊക്കെ? ശരി, പബ്ജി കളിക്കാൻ പോയിട്ട്. ഇനി ഞാൻ ചോദിക്കാം, ഇപ്പോൾ ഒരു ഇതൊന്ന് എഴുതിയിരിക്കാവോ? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ആ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കും, നമ്മൾ ഉപയോഗിച്ച പ്രോപ്പർട്ടീസ് വെച്ച് നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് 50 ഡിഗ്രി, ഇത് എക്സ് ഡിഗ്രി, ഇത് വൈ. എനിക്ക് എക്സും വൈയും കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഇവ രണ്ടുപേരും പാരലൽ ആണ്. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. ഫൈൻഡ് എക്സ് ആൻഡ് വൈ. വൈ 110ഉം എക്സും 110 എളുപ്പല്ലേ? ഓക്കെ, അതായത് മോനെ ഇന്ദ്രനീല CBSE-ലൊന്നും എളുപ്പത്തിൽ ചോദിക്കത്തില്ല കേട്ടോ. ഓക്കെ, സ്റ്റേഷൻ എത്ര എളുപ്പത്തിൽ ചോദിക്കുന്നു, CBSE കുറച്ച് കാഠിന്യം കൂടിയാണ്. പഠിക്കണം, എടുക്കും. ഓക്കെ, സോ ഇവിടെ 110 130 ഫാൻസ്. ഓക്കെ, ഇതൊക്കെ 7th നിന്ന് പഠിച്ചതാണോ? ഇത് ബേസിക് ക്ലാസ് ആണ്. ബേസിക് ക്ലാസ് നമ്മൾ പഠിച്ച കാര്യമാണ് പഠിക്കണം അല്ലേ?
ഒന്നൊരു ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ. ഓക്കെ, എക്സ് ആൻഡ് വൈ 130 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എക്സ് പ്ലസ് 130. 130 എക്സ് പ്ലസ് 50 ഈക്വൽ ടു 180 വരും. ലീനിയർ പെയർ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് 180 മൈനസ് 50. എക്സ് ഈക്വൽ ടു 130. എക്സ് 130 ആണ്. പിന്നെ എന്താ ഉള്ളത്? എക്സ് 130. അപ്പൊ വൈ ഈക്വൽ ടു എക്സ് അല്ലേ. വൈയും എക്സും ഈക്വൽ അല്ലേ. അതായത് ഇസഡ് ഷേപ്പ്. ഓക്കെ, ഇസഡ് ഷേപ്പ് ആകുമ്പോൾ ഈ എക്സും വൈയും ഈക്വൽ അല്ലേ. അപ്പോൾ എക്സും വൈയും ഈക്വൽ ടു 130 ഡിഗ്രി. ഓക്കെ, ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ശരി, അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണേ. എനിക്ക് വേറെ ഒരു ക്ലാസ് കൂടി ഉണ്ട്. ഓക്കെ, അത് റെഗുലർ ക്ലാസ് ആയിരുന്നു. അപ്പൊ നാളെ നമുക്ക് ബേസിക് ക്ലാസ് ഉണ്ട്. ഓക്കെ, നാളത്തെ നമ്മൾ തീർക്കണം ബേസിക് ക്ലാസ്. ഓക്കെ, നാളെ നമ്മൾ ഇതിന്റെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റൻസ് ചെയ്യും. ഓക്കെ, സോ ശരി മക്കളെ. പിന്നെ ഞാൻ അച്ഛൻ വിളിച്ചായിരുന്നു തന്നെ, ഞാൻ വിളിക്കാം കേട്ടോ. വീട്ടിലേക്ക് ഞാൻ വിളിക്കാം. ഓക്കെ, Okay, sir. Good night. വെരി ഗുഡ് നൈറ്റ് എവരിവൺ.